നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ വിശാഖം കാലാരിടം തൃക്കേട്ട വൃശ്ചികക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും വൃശ്ചികക്കൂറുകാർക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ 14-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് 5-ലാണ്. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും 14-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുന്ന സൂര്യൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 5-ൽ നിൽക്കുമ്പോൾ പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ വളരെ നല്ല ഫലത്തെയാണ് 6-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 14-ാം തീയതി വരെ 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, വിചാരിക്കാതെ തന്നെ ചെറിയ രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും രോഗദുരിതങ്ങൾ വന്നു ചേരുക. പക്ഷെ 14-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുമ്പോഴോ ശത്രു, ദുഃഖ, രോഗ ശമനം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 14-ാം തീയതിക്ക് ശേഷം സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 5-ൽ നിൽക്കുമ്പോൾ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് കേട്ടോ മനസ്സിലാക്കി ആരാധിക്കേണ്ടത്. ശിവക്ഷേത്ര ദർശനം ചെയ്യുക, നാമം ജപിക്കുന്ന സമയത്ത് പഞ്ചാക്ഷര നാമം ജപിക്കുക. അപ്പൊ 14-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കെല്ലാം ശമനം വന്നു ചേരുന്ന, മുക്തി വന്നു ചേരുന്ന വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ശത്രു, ദുഃഖ, രോഗ ശമനം. ഏതെങ്കിലും വിധേന ദുഃഖ ദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ദുഃഖം, ആ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ശമനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് ഏപ്രിൽ 14-ാം തീയതിക്ക് ശേഷം സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ 3-ാം തീയതി വരെ ചൊവ്വ 8-ലാണ്, അതിനുശേഷം 9-ലേക്ക് വരും. 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഫലങ്ങൾക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. 3-ാം തീയതി വരെ ഉള്ളൂ 8-ൽ ചൊവ്വ. 3 ദിവസം മാത്രമാണ് 8-ൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും വാഹനം ഉപയോഗിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട്. ആ അഭിമാനത്തിന് ഹാനി വന്നു ചേരുന്നതായിട്ടുള്ള, അതായത് കുറവ് വന്നു ചേരുന്ന ഒരു ഫലമാണല്ലോ അപമാനം ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തിന് സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതായത് പലവിധ മനോവിഷമങ്ങൾ വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 3-ാം തീയതിക്ക് ശേഷം 9-ലേക്ക് വരുമ്പോഴോ ഭാഗ്യസ്ഥാനമാണ് 9. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ഭാഗ്യങ്ങൾക്ക് കുറവ് വന്നു ചേരുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലവിധ വ്യാധികൾ വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം നമുക്ക് വന്നു ചേരാത്ത കാലയളവ്. അപ്പൊ 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും ഒന്നും നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുകയും വേണം. നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമല്ലോ, നമുക്ക് നല്ല ഫലം വരണമല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അപ്പൊ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയാണ് ആരാധിക്കേണ്ടത്. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക, അറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പൊ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. നാമസങ്കീർത്തനം യസ്യ സർവ്വപാപത്രനാശം എന്നാണ് പറയുന്നത്. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള എല്ലാവിധ ദുഃഖ ദുരിതങ്ങളെയും ഇല്ലാതാക്കാൻ ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം ഈ കലിയുഗത്തിൽ നാമജപമാണ്. നാമജപം കൂടിയേ തീരും. അതിപ്പോൾ 5 വയസ്സായിക്കോട്ടെ, 50 വയസ്സായിക്കോട്ടെ, 20 വയസ്സായിക്കോട്ടെ, നാമം ജപിച്ചാൽ ഈ മോശഫലങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ല. 5-ൽ നിൽക്കുന്ന ബുധനും വൃശ്ചികക്കൂറുകാർക്ക് അത്ര നല്ല ഫലമല്ല. ഭാര്യ, ഭർത്തൃ, പുത്ര കലഹങ്ങൾ ഉണ്ടാവുക. കുടുംബത്തിൽ കലഹം ഉണ്ടാവുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും. അപ്പൊ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക, അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. എന്തായാലും 7-ൽ നിൽക്കുന്ന വ്യാഴം വൃശ്ചികക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. കുറച്ച് ദൈവാധീനമുള്ള കാലയളവാണ് 7-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട്. വ്യാഴം അനുകൂലമായി കഴിഞ്ഞാൽ പൊതുവെ എല്ലാ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് പറയുക. എന്തായാലും 7-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ വാക്സാമർഥ്യം ഉണ്ടാവുക, ബുദ്ധി സാമർഥ്യം ഉണ്ടാവുക, ആജ്ഞാസിദ്ധി ഉണ്ടാവുക, ഓരോ കാര്യങ്ങൾ കൊണ്ടു നടക്കുവാനായിട്ടുള്ള ആത്മധൈര്യം ഉണ്ടാവുക, മേധാവിത്വം വഹിക്കുവാനായിട്ടുള്ള കെൽപ്പുണ്ടാവുക. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങൾ, വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവരുടെ ആ തടസ്സങ്ങളൊക്കെ മാറി വിവാഹം വന്നു ചേരുന്ന നല്ല ഫലത്തെ സൂചിപ്പിക്കാം. അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്നതായിട്ടുള്ള ധനവും തിരിച്ചു കിട്ടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്, സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശ്രമിക്കുക.
അതായത് 7 നിൽക്കുന്ന വ്യാഴം വൃശ്ചികക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ 5 നിൽക്കുന്ന ശുക്രനും വൃശ്ചികക്കൂറുകാർക്ക് നല്ല ഫലത്തെ തന്നെ സൂചിപ്പിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, സന്താന ഗുണം വന്നു ചേരുക, സന്താന ലാഭം വന്നു ചേരുക. അതായത് നമ്മളുടെ കുട്ടികൾ നിമിത്തം തന്നെ നമുക്ക് സന്തോഷം വന്നു ചേരുക. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമല്ലേ. അത് കൂടാതെ തന്നെ ഗുരുവിന്റെ അനുഗ്രഹം വന്നു ചേരുക. ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ പകുതി ഭേദമായി അല്ലേ. ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ അത് നേടിയുള്ളൂ. അപ്പൊ ആ ഗുരുവിന്റെ അനുഗ്രഹം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 5 നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ബന്ധു ഗുണം അനുഭവിക്കുക, കുടുംബ സുഖം വന്നു ചേരുക. 5 നിൽക്കുന്ന ശുക്രൻ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ടകശനി സ്ഥാനമായിട്ടുള്ള 4 നിൽക്കുന്നതായിട്ടുള്ള ശനി ഈ കഴിഞ്ഞ ശനിമാറ്റത്തോടു കൂടി 5 വന്നു. 4 നിൽക്കുന്ന അത്ര മോശഫലമൊന്നുമില്ല 5 നിൽക്കുന്ന ശനിയെ കൊണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും 5 നിൽക്കുന്ന ശനി അത്ര നല്ല ഫലവുമല്ല. സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ അയ്യപ്പനെ മനസ്സിരുത്തി ആരാധിക്കുക, പഞ്ചാക്ഷര നാമം ജപിക്കുക, ശനൈശ്വരായ നമഃ നാമം ജപിക്കുക. അപ്പൊ നമുക്കൊരു രോഗദുരിതം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കഴിക്കുമ്പോൾ ആ രോഗം ഇല്ലാതാകുന്നത് പോലെ തന്നെയാണിത്. നാമം ജപിച്ചു കഴിഞ്ഞാൽ ഈ മോശഫലങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് വന്നു ചേരില്ല. അതാണ് ഈ രോഗത്തിന്റെ ഒക്കെ മരുന്ന്. അപ്പൊ എന്തായാലും വൃശ്ചികക്കൂറുകാരുടെ ഗ്രഹപ്പിഴ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നോക്കുമ്പോൾ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. അപ്പൊ മോശഫലങ്ങളെ നോക്കി നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കാനാവില്ല. അപ്പോൾ നാളെ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അപ്പൊ ആത്മവിശ്വാസം വന്നു ചേരാൻ, ഊർജ്ജസ്വലത വന്നു ചേരാൻ വേണ്ടി പറയുന്നത് നമ്മൾ ചെയ്തതായിട്ടുള്ള എല്ലാ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലികളും, അതായത് കംപ്ലീറ്റ് ചെയ്തതായിട്ടുള്ള എല്ലാ ജോലികളും നമ്മളിലേക്ക് കൂടുതൽ ഊർജ്ജസ്വലത, ആത്മവിശ്വാസത്തെ വളർത്തുന്ന പറയാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നാളെ 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, 10 ജോലി ചെയ്യാനുണ്ട്. നമ്മൾ നാളെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ 10 ജോലികളും ചെയ്തു എന്ന് വിചാരിക്കുക, ചെയ്തു തീർക്കുവാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ സന്തോഷമല്ലേ ഉണ്ടാവുക. പിറ്റേ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ഊർജ്ജസ്വലത, ആത്മവിശ്വാസം വർദ്ധിക്കുകയല്ലേ നമുക്ക് ചെയ്യുന്നത്. നേരെ തിരിച്ചോ, നമുക്ക് നാളെ 10 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിൽ 3 കാര്യങ്ങളെ ചെയ്യാൻ സാധിച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആകെ അസ്വസ്ഥതയല്ലേ ഉണ്ടാവുക. അത് ചെയ്തില്ലല്ലോ, അത് ചെയ്തില്ലല്ലോ, ആ ജോലി ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നാളെ ചെയ്യേണ്ടി വരുമല്ലോ, നാളെ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്, മറ്റന്നാൾ വേറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ പൂർത്തീകരിക്കപ്പെട്ടതായിട്ടുള്ള ജോലി നമുക്ക് ക്ഷീണമൊക്കെ ഉണ്ടാക്കുമെങ്കിൽ പോലും നമുക്ക് വീണ്ടും വരുന്ന ദിവസങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുക ചെയ്യുക. യാതൊരു സംശയമില്ല അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നവർ എന്തായാലും പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ അന്നന്ന് ചെയ്തു തീർക്കുന്നതായിട്ടുള്ള ജോലിയെല്ലാം വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ആത്മാർത്ഥതയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലം വന്നു ചേരും. നല്ല ഫലം നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആത്മവിശ്വാസം ഉയർത്തും, നമുക്ക് ഊർജ്ജസ്വലത വന്നു ചേരും. നമുക്ക് എല്ലാവർക്കും ഊർജ്ജസ്വലതയാണ് വേണ്ടത്, ആത്മവിശ്വാസമാണ് വേണ്ടത്. ആ ആത്മവിശ്വാസത്തിലൂടെ തന്നെ നമുക്ക് ജീവിത വിജയം വരിക്കുവാനായിട്ട് സാധിക്കും. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആരും പരാജയപ്പെടാനായിട്ട് ആരും ആഗ്രഹിക്കില്ല. അപ്പൊ എത്ര കൂടുതൽ ജോലി ചെയ്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ക്ഷീണമല്ല, ആത്മവിശ്വാസമാണ് വരുന്നത് അല്ലേ. അപ്പോൾ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ആത്മവിശ്വാസം ഉണ്ടാവട്ടെ, ഊർജ്ജസ്വലത വന്നു ചേരട്ടെ, എല്ലാ ഈശ്വരന്മാരുടെയും അനുഗ്രഹവും വന്നു ചേരട്ടെ. എന്തായാലും അന്നന്ന് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ജോലികൾ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.